च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28. ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 1 മുതൽ 5 വരെ വായിക്കാം. ശ്രീ ഭഗവാനുവാച യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നൃപാത്മജേ മനോ യേനൈവ വിധിനാ പ്രസന്നം യാതി സത്പഥം സ്വധർമാചരണം ശക്ത്യാ വിധർമാച്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം ഗ്രാമ്യധർമാനിവൃത്തിശ്ച മോക്ഷധർമാരതിസ്തഥാ മിതമേധ്യാദനം ശശ്വത് വിവിക്താ ക്ഷേമസേവനം അഹിംസാ സത്യമസ്തേയം യാവദർത്ഥാപരിഗ്രഹഃ ബ്രഹ്മചര്യം തപാ ശൗചം സ്വാധ്യായ പുരുഷാർച്ചനം മൗനം സദാസനജയം ധൈര്യം പ്രാണാജയാശനൈ പ്രത്യാഹാരശ്ചേന്ദ്രിയാണാം വിഷയാൻ മനസാ ഹൃദി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബിജു പ്രഭുജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലനമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നിഗമകൽപ്പതലോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂയി ഭാവുക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 27. അധ്യായം 28 ശ്ലോകം 1. ശ്രീ ഭക്തിയുത സേവനം നിർവഹണത്തിൽ കപില ഭഗവാന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച യോഗസ്യ ലക്ഷണം വക്ഷ്യ സബീജസ്യ നൃപാത്മജേ മനോ ഏനൈവ വിധിനാം പ്രസന്നം യാതി സത്പദം. വിവർത്തനം. ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു, ഓ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, ഓ രാജപുത്രി, മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വിഷയമായ യോഗ സമ്പ്രദായം ഇപ്പോൾ ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. ഈ സമ്പ്രദായം പരിശീലിക്കുന്നതിലൂടെ ഒരുവന് സന്തോഷപൂർണനായി തീരുവാനും ആത്യന്തിക സത്യത്തിന്റെ പാതയിൽ പുരോഗതി പ്രാപിക്കുവാനും കഴിയും. ശ്ലോകം 2. സ്വധർമാചരണം ശക്ത്യ വിധർമാച്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം. വിവർത്തനം. ഒരുവൻ തനിക്ക് അനുവദിച്ചിട്ടുള്ള കർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി നന്നായി നിർവഹിക്കുകയും അനുവദിച്ചിട്ടില്ലാത്ത കർമ്മങ്ങൾ ഒഴിവാക്കുകയും വേണം. ഭഗവത് കൃപയാൽ നേടാൻ കഴിയുന്നത് എന്തുതന്നെയായാലും അതിൽ സംതൃപ്തനാവുകയും ആത്മീയ ഗുരുവിന്റെ പാദകമലങ്ങളെ ആരാധിക്കുകയും ചെയ്യണം. ശ്ലോകം 3. ഗ്രാമ്യധർമാനിവൃത്തിശ്ച മോക്ഷധർമാരിതിസ്ത മിതമേ ധ്യാനധനം ശശ്വത് വിവിക്ത ക്ഷേമ സേവനം. ഒരുവൻ
സാമ്പ്രദായികമായി ധാർമ്മിക ആചാര അനുഷ്ഠാനങ്ങൾ അവസാനിപ്പിച്ച് മോക്ഷത്തിലേക്ക് നയിക്കപ്പെടുന്നവയാൽ ആകർഷിക്കപ്പെടണം. മിതമായി ഭക്ഷിക്കുകയും എപ്പോഴും ഏകനായിരിക്കുകയും ചെയ്യുന്നവന് ജീവിതത്തിന്റെ അത്യുന്നത പരിപൂർണത നേടാൻ കഴിയും. അഹിംസ സത്യമസ്തേയം യാവദർത്ഥ പരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. ഒരുവൻ അക്രമരാഹിത്യവും സത്യസന്ധത പാലിച്ചും മോഷണം ഒഴിവാക്കിയും നിലനിൽപ്പിന് ആവശ്യമായ എത്ര മാത്രം സമ്പാദിച്ച് അതുകൊണ്ട് സംതൃപ്തനായും ജീവിക്കണം. അവൻ ബ്രഹ്മചര്യം, തപസ്, ശുചിത്വം, വേദ അധ്യയനം, പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആരാധന എന്നിവ അനുഷ്ഠിക്കണം. മൗനം സദാ സനജ്ജയ സ്ഥൈര്യം പ്രാണജയ ശൈനേ പ്രത്യാഹാരത് ഇന്ദ്രിയാണാം വിഷയാത്മനസാ ഹൃദി. ഒരുവൻ മൗനം ശീലിച്ചും വിവിധ യോഗ ആസനങ്ങൾ ശീലിച്ച് സുസ്ഥിതി സ്ഥിരത ആർജിച്ചും പ്രാണവായുവിനെ നിയന്ത്രിച്ചും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചും മനസ്സിനെ ഹൃദയത്തിന്മേൽ ഏകാഗ്രമാകണം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ദേവഹൂതി ഭഗവാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്ന് എങ്ങനെ വിടുതി നേടാം? ഈ ശക്തമായിട്ടുള്ള ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്ന് ഒരു ബദ്ധാത്മാവിന്, നിസ്സഹായനായിട്ടുള്ള ഒരു ബദ്ധാത്മാവിന് എങ്ങനെയാണ് മോക്ഷം സാധിക്കുന്നത് എന്ന് ദേവഹൂതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുത്തരമായിട്ട് ഭഗവാൻ നൽകിയത് തീവ്രഭക്തി പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീവ്രഭക്തിയിലൂടെ ഭഗവാനോട് ആകർഷണം ഉണ്ടാവുകയും ഭഗവാനോടുള്ള ആകർഷണത്താൽ ഈ ഭൗതികമായിട്ടുള്ള ആകർഷണം പിന്നീട് ആ വ്യക്തിയെ ബാധിക്കാതെ വരികയും ചെയ്യുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അധ്യായത്തിൽ ഭഗവാൻ ആ ഭക്തിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള പടവുകൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഭക്തിയോഗത്തിൽ പുരോഗമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭഗവാൻ ഇവിടെ നൽകുന്നു. അപ്പോൾ നേരിട്ടുള്ള ഭക്തി അല്ലെങ്കിൽ ശുദ്ധഭക്തി ഒരു വ്യക്തിക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഭൗതികമായിട്ടുള്ള നിലവാരത്തിൽ ചിന്തിക്കുന്നവർക്ക് ശുദ്ധഭക്തിയിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ശുദ്ധഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ശാരീരിക നിലവാരത്തിൽ ചിന്തിക്കുന്നവർക്ക് ശുദ്ധഭക്തിയിലേക്ക് എത്താൻ കുറച്ച് നിയമങ്ങൾ അവരെ സഹായിക്കും. ആ നിയമങ്ങളും ക്രമങ്ങളുമാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് അഷ്ടാംഗയോഗമാണ്, അല്ലെങ്കിൽ ധ്യാനയോഗമാണ്. ധ്യാനയോഗം ഭക്തിയോഗത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന യോഗ പദ്ധതിയാണ്. ആ യോഗ പദ്ധതിയിലും ധ്യാനയോഗത്തിലും ഭഗവാന്റെ ഭക്തി പരിശീലനത്തിന്റെ ഭാഗമുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും ശരീരത്തിന്റെ നിലവാരത്തിൽ നിൽക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ച് ആസനങ്ങൾ പരിശീലിച്ച് പ്രാണായാമം പരിശീലിച്ച് അവസാനം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ തുടങ്ങുന്നത് ഭക്തിയോഗത്തിന്റെ തുടക്കമാണ്. അപ്പം ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളവരെയും ഭക്തിയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഭഗവാൻ ഇവിടെ ധ്യാനയോഗം അല്ലെങ്കിൽ അഷ്ടാംഗയോഗം നിർദ്ദേശിക്കുന്നു. അഷ്ടാംഗയോഗത്തിന്റെ അവസാനത്തിൽ ഒരു വ്യക്തി ഭക്തിയോഗത്തിൽ എത്തിച്ചേരും. അപ്പം ഇവിടെ ശിലപ്രഭാതരും പറയുന്നുണ്ട്, ഇവിടെ കപില ഭഗവാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ ആധികാരികമായതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധാപൂർവം പിന്തുടരണം എന്നിവിടെ പറയുന്നുണ്ട്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ പറയുന്നു ഒന്നാമത്തെ ശ്ലോകത്തിൽ, യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നിർഭാത്മജേ മനോയേനൈവ വിധിന പ്രസന്നം യാതി സത്പദം. ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കാൻ പോകുന്ന യോഗ പദ്ധതി പരിശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. മനോയേനൈവ വിധിന, മനസ്സിനെ നിയന്ത്രിക്കുക മാത്രമല്ല, മനസ്സ് ശാന്തമായി തീരും. മനസ്സ് ശാന്തമാവുകയും പ്രസന്നമായി തീരുകയും ചെയ്യും.
ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ ഈ യോഗ പരിശീലനത്തിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പം ഭൗതികമായിട്ട് എന്തെങ്കിലും നേടുന്നതിലൂടെയല്ല, മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലും ഇതേ കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗി ഭവതി ദുഃഖഃ. ആഹാരത്തിലും നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികളിലും നിയന്ത്രണം പാലിച്ചുകൊണ്ട്, മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു യോഗിക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാത്തവർക്ക് എത്ര നേട്ടമുണ്ടായി കഴിഞ്ഞാലും, എത്ര ഭൗതിക നേട്ടമുണ്ടായാലും അവർക്ക് ദുഃഖത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുകയില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് ദുഃഖനിവൃത്തി ഉണ്ടാകുന്നത്. ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി ഉണ്ടാകുന്നത് മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെയാണെന്ന് ഇവിടെ പറയുന്നു. അതിനുള്ള നിർദ്ദേശങ്ങൾ ഭഗവാൻ നൽകുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സ്വധർമാചരണം ശക്ത്യാ വിധർമാച്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ ആത്മവിചരണാർച്ചനം. ഇതെല്ലാം ഭക്തന്മാരും പാലിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഭക്തിയോഗം ധ്യാനയോഗത്തിന്റെ ഉപരി ആയതുകൊണ്ട് ഈ മാർഗങ്ങളൊക്കെ ഭക്തിയോഗത്തിന്റെ താഴെയും വരുന്നതാണ്, അല്ലെ? 10ാം ക്ലാസ്സിൽ പഠിച്ച കണക്ക് ചിലപ്പോൾ നമ്മൾ ഡിഗ്രിക്കും ഉപയോഗിക്കും. 10ാം ക്ലാസ്സിൽ പഠിച്ച കണക്ക് തന്നെയാണ് ഡിഗ്രിക്കും ഉപയോഗിക്കുന്നത്. അതിന്റെ ബേസിക് തിയറിയിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല. അതേപോലെ ധ്യാനയോഗത്തിൽ പറയുന്നതൊക്കെ പിന്നിട്ടിട്ടുള്ള വ്യക്തിയാണ് ഭക്തിയോഗി. അതുകൊണ്ട് ഭക്തിയോഗിക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ സാധിക്കും. സ്വധർമാചരണം ശക്തിയ. ഭഗവാൻ പറയുന്നു, നമ്മൾക്ക് സമൂഹത്തിൽ കിട്ടിയിട്ടുള്ള സ്ഥാനമനുസരിച്ചിട്ടുള്ള സ്വധർമ്മം, ഓരോരുത്തർക്കും ഓരോ ജോലി അല്ലെങ്കിൽ ഒരു കർമ്മം ഈ സമൂഹത്തിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് സാമൂഹികമായിട്ടുള്ള സ്വധർമ്മം എന്ന് പറയുന്നത്. ശാരീരിക നിലവാരത്തിലുള്ള സ്വധർമ്മവുമുണ്ട്, ആത്മീയ നിലവാരത്തിലുള്ള സ്വധർമ്മമുണ്ട്. 2 വിധത്തിലുള്ള സ്വധർമ്മങ്ങളുണ്ട്. അതിൽ ശാരീരിക നിലവാരത്തിലുള്ള സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കർമ്മമാണ്, സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം. അത് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ ശക്തി പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡ്യൂട്ടി എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ചെയ്യുക. ആത്മീയമായിട്ടുള്ള സ്വധർമ്മവും നമ്മൾ ചെയ്യേണ്ടതാണ്. ആത്മീയമായിട്ടുള്ള സ്വധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാന് സേവനം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഭഗവാനെ സേവിക്കുക. ഈ 2 സ്വധർമ്മങ്ങളും നമ്മൾ ആചരിക്കണം. ശാരീരികമായിട്ടുള്ള സ്വധർമ്മവും ആത്മീയമായിട്ടുള്ള സ്വധർമ്മവും ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സ്വധർമാചരണം ശക്തിയ. നമ്മുടെ കഴിവനുസരിച്ച് സ്വധർമ്മം ആചരിക്കുക. വിധർമാച്ച നിവർത്തനം. വിധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. വിധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കർമ്മങ്ങൾ, അല്ലെ? പാപകർമ്മങ്ങളെയാണ് വിധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യമനിയമങ്ങൾ പാലിക്കുന്നത്. മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുന്നത്, അവീതമായിട്ടുള്ള ബന്ധങ്ങളില്ലാതിരിക്കുന്നത്, അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിധർമ്മങ്ങളുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, ഇതൊക്കെ വിധർമ്മമാണ്. ആ വിധർമ്മമൊക്കെ ഉപേക്ഷിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. വിധർമാച്ച നിവർത്തനം. സ്വധർമാചരണം ശക്തിയ വിധർമാച്ച നിവർത്തനം. സ്വധർമ്മം ചെയ്യുക, വിധർമ്മം ഉപേക്ഷിക്കുക. ദൈവാലബ്ധേന സന്തോഷ ആത്മവിചരണാർച്ചനം. ഭൗതിക നേട്ടത്തിനു വേണ്ടി പാടുപെടാതിരിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ തൃപ്തിപ്പെടുക. ഭൗതികമായിട്ട് അത്യധ്വാനം ചെയ്ത് നമ്മുടെ സമയം പാഴാക്കാതിരിക്കുക എന്ന് പറയുന്നു. ദൈവാലബ്ധേന സന്തോഷം യദൃച്ഛാലാഭ സന്തുഷ്ടോ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, അല്ലെ? ഭക്തിയിൽ പുരോഗമിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഉള്ള കർമ്മത്തിൽ, നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സ്ഥാനത്തിൽ അല്ലെങ്കിൽ കർമ്മത്തിൽ തൃപ്തിപ്പെടുക. ഭഗവത് സേവനത്തിൽ പുരോഗമിക്കാൻ വേണ്ടി സമയം ഉപയോഗിക്കുക. മിക്കവാറും ആളുകൾ സമയമില്ല എന്ന് പറയുന്നത് അവർ ഭൗതിക നേട്ടത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് കൊണ്ടാണ്. ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ
നമ്മൾക്ക് ഭഗവത് സേവനത്തിൽ സമയം ചെലവഴിക്കാൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു ദൈവാലബ്ധന സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്താണോ നമ്മൾക്ക് കർമ്മം ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ഥാനം ലഭിച്ചിട്ടുള്ളത് സാമൂഹികമായിട്ട്, അതിൽ തൃപ്തിപ്പെടുക. ആത്മവിത് ചരണാർച്ചനം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മവിത് ചരണാർച്ചനം, ആത്മവിത്തായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഉയർന്ന വ്യക്തികളുടെ പാദങ്ങൾ പൂജിക്കുക, അവർക്ക് പാദസേവനം ചെയ്യുക. ഇവിടെ ആത്മവിത്ത് എന്നുള്ളതിന് ശ്രീലപ്രഭാതർ പറഞ്ഞു തരുന്നത് നമ്മുടെ ആത്മീയ ഗുരുവാണ്. ആത്മീയ ഗുരു, ദീക്ഷ എടുത്തവർക്ക് ഒരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കും. ദീക്ഷ എടുക്കാത്തവർക്ക് എല്ലാവർക്കും ശ്രീലപ്രഭാതരാണ് ആത്മീയ ഗുരു, അല്ലെ? ശ്രീലപ്രഭാതർ പറയുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരുടെയും ആത്മീയ ഗുരുവാണ് ശ്രീലപ്രഭാതർ. ശ്രീലപ്രഭാതരുടെ ഗുരുപൂജ ചെയ്യണം നമ്മൾ വീട്ടിൽ. ഇസ്കോണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗുരുപൂജ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗുരുവന്ദനം ചൊല്ലി ശ്രീ ഗുരു ചരണപത്മ എന്ന് ചൊല്ലിക്കൊണ്ട് ഗുരുപൂജ എല്ലാ ദിവസവും ഭഗവാന്റെ ഗുരുവിന്റെ ശ്രീലപ്രഭാതരുടെ ഫോട്ടോ വെച്ച് ഗുരുപൂജ ചെയ്യണം. ആത്മവിത് ചരണാർച്ചനം, ഗുരുപൂജ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് നമ്മൾ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഗുരുപൂജ ചെയ്യുന്നു, മറ്റത് ഗുരു പറയുന്ന കാര്യങ്ങൾ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഭഗവത് സേവനം പ്രചരിപ്പിക്കുക, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതും ഭഗവാന്റെ ഒരു ഗുരുവിന്റെ പൂജയാണ്. ഭക്തിയുത സേവനം ചെയ്യുന്നതും ഗുരുപൂജ തന്നെയാണ്. നേരിട്ട് ഗുരുപൂജ ചെയ്യുക, ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക, ഇത് ആ ഒരു കാര്യമാണ് ആത്മവിത് ചരണാർച്ചനം എന്ന് പറയുന്നത്. അപ്പൊ ഗുരുപൂജ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവിനെ പൂജിക്കാതെ നമ്മൾക്ക് ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ നമ്മൾക്ക് ഭക്തിയിൽ നിലനിൽക്കാനും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഭക്തന്മാർ എല്ലാ ദിവസവും ഗുരുപൂജ മുടങ്ങാതെ ഗുരുപൂജ ചെയ്യുന്നുണ്ട്. ഗുരുവാണ് നമ്മൾക്ക് ഭക്തിയുത സേവനം നൽകുന്നത്. ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഗുരുപൂജ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഗുരുപൂജയുടെ ശ്ലോകമൊക്കെ നമ്മൾക്ക് പുസ്തകങ്ങളിൽ ലഭ്യമാണ്. വൈഷ്ണവ ഗീതങ്ങൾ, അതേപോലെ കൃഷ്ണാമ്പദം വഴികാട്ടിയിലൊക്കെ ഈ ഗുരുപൂജ, ഗുരുവന്ദനം എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും. അത് ചൊല്ലിക്കൊണ്ട് ഗുരുവിനെ നമ്മൾ പൂജ ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഗ്രാമ്യധർമ്മ നിവർത്തിച്ച മോക്ഷധർമ്മ രതിസ്തത മിതമെധ്യാദനം ശശ്വത് വിവിക്തക്ഷേമ സേവനം. ഗ്രാമ്യധർമ്മ നിവർത്തിച്ച മോക്ഷധർമ്മ രതിസ്തത. ഗ്രാമ്യധർമ്മം ഉപേക്ഷിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഭാഗവത ധർമ്മം നമ്മൾ സ്വീകരിക്കണം. ഭാഗവത ധർമ്മം സ്വീകരിച്ച വ്യക്തിക്ക് വീണ്ടും ഗ്രാമ്യധർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാമ്യധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ നാട്ടിലും അവര് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പരിശീലിച്ചു പോരുന്നുണ്ടാകും പരമ്പരയായിട്ട്. അവരുടെ അച്ഛൻ ചെയ്തു, അച്ചച്ചൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പലവിധ ആചരണങ്ങളും ഉണ്ടായിരിക്കും, അല്ലെ? വീട്ടില് എന്താണ് ഗുളികന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മച്ചിൻ പുറത്ത് ഭഗവതി ഉണ്ടാകും, അതിന് കൊടുക്കുന്നത്, സർപ്പം കാവല് ആരാധന ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമ്യധർമ്മങ്ങൾ ഉണ്ടായി. അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയും ചെയ്യുന്ന ആരാധനാ രീതികളാണ്. ആ ആരാധനാ രീതികളിൽ നിന്ന് മോക്ഷം പ്രാപിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ആരാധനാ രീതികൾ വീണ്ടും പിന്തുടരേണ്ട ആവശ്യമില്ല. ഗ്രാമ്യധർമ്മം നിവർത്തിച്ച ഭാഗവത ധർമ്മം സ്വീകരിച്ചവർക്ക് ഗ്രാമ്യധർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതാരും നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ല. ഭാഗവത പ്രഭാഷകന്മാർ എന്ന് പറയുന്ന ആളുകൾ പോലും ഈ ഗ്രാമ്യധർമ്മം ചെയ്യണമെന്നാണ് ഇപ്പൊ ആളുകളോട് പറയുന്നത്. ഭാഗവതം നിർദ്ദേശിക്കുന്നതിന്റെ വിപരീതമാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് ഭാഗവത ധർമ്മത്തിൽ വിശ്വാസമില്ല. ഭാഗവത ധർമ്മം പരിശീലിച്ചാൽ നമുക്ക് ഏറ്റവും ഉന്നതി ഉണ്ടാകും എന്നുള്ളതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഭാഗവത പ്രഭാഷകന്മാർ എന്ന് പറയുന്ന ആളുകൾ പോലും ഗ്രാമ്യധർമ്മം ചെയ്യണമെന്നാണ് ഇപ്പൊ നിർദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്നത്, അല്ലെ? കുലദേവത ആരാധന, എന്താണ് മച്ചിൻ പുറത്തുള്ള ദേവിയുടെ ആരാധന, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആരാധനകൾ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഭാഗവതത്തിൽ അങ്ങനെയല്ല പറയുന്നത്. ഗ്രാമ്യധർമ്മ നിവർത്തിച്ച, നമ്മൾ അങ്ങനെ ഇതുവരെ ചെയ്തു പോന്നിരുന്ന ഗ്രാമ്യധർമ്മങ്ങളിൽ നിന്നൊക്കെ അതൊക്കെ നിർത്താനാണ് പറയുന്നത്. അർജുനനും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവത്ഗീതയിൽ,
കുലധർമ്മം നശിച്ചു പോകും. കുലധർമ്മം, അതേപോലെ ജാതിധർമ്മം, കുലധർമ്മ, ജാതിധർമ്മ, സനാതന, ഇത്രയും കാലമായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് അനുഷ്ഠിച്ചു പോകുന്ന കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും ഒക്കെ ഇല്ലാണ്ടായി പോകും എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ അതിനെയൊക്കെ നിരാകരിച്ചു. നീ ആവശ്യമില്ലാത്തതിനെ ചൊല്ലി വിലപിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ അത് കേട്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അവസാനം ഭഗവാൻ പറയുകയും ചെയ്തു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നീ പറഞ്ഞിട്ടുള്ള എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക എന്നാണ് ഭഗവാന്റെ ആത്യന്തികമായിട്ടുള്ള നിർദ്ദേശം. അപ്പൊ ഭഗവാനെ മാത്രം ആരാധിക്കുന്നവർക്ക് മാത്രമേ, ആ ഭഗവത്ഗീതയിലുള്ള നിർദ്ദേശം പാലിക്കുന്നവർക്ക് മാത്രമേ ഭാഗവത ധർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഭാഗവത ധർമ്മം വൈഷ്ണവാനാം പ്രിയം, വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. അല്ലാതെ എല്ലാവിധ ആരാധനയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നേരത്തെയും ഭാഗവതത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകാമ സർവകാമ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. യഥാർത്ഥ ബുദ്ധിയുള്ള വ്യക്തി, ഏതാഗ്രഹങ്ങൾ ഉള്ള വ്യക്തിയാണെങ്കിലും പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. മാമേകം ശരണം ഭജ. ഇവിടെ ഭഗവാൻ പറയുന്നു ഗ്രാമ്യ ധർമ്മ നിവർത്തിച്ച. ഇതുവരെ നമ്മൾ നാട്ടിൻ പുറത്ത് ആചരിച്ചു പോന്നിരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് തുടർന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്ക്? ഭഗവാന്റെ സേവനം സ്വീകരിച്ചവർക്ക്, ഭാഗവത ധർമ്മം സ്വീകരിച്ചവർക്ക് മറ്റ് ധർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാം എന്നാണ് പറയുന്നത്. മോക്ഷധർമ്മ രതിസ്ഥത. ഈ മോക്ഷധർമ്മം സ്വീകരിക്കുകയും വേണം, ഭഗവാന്റെ സേവനം നമ്മൾ സ്വീകരിക്കുകയും വേണം. രണ്ടും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. മോക്ഷധർമ്മം നമ്മൾ സ്വീകരിക്കണം. മിതമേധ്യാദനം ശശ്വത് വിവിക്തക്ഷേമ സേവനം. മിതമേധ്യാദനം, പരിമിതമായിട്ടുള്ള നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതെങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുക? ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുന്നത്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം എന്താണെന്ന് നമുക്കറിയാം. ഭഗവാന് നിവേദിച്ചിട്ടുള്ള ഭഗവാന്റെ പ്രസാദമാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം. അപ്പൊ ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കുക. വിവിക്ത ക്ഷേമ സേവനം, ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരിൽ നിന്നുള്ള കൂട്ടുകെട്ടുകൾ, ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരുമായിട്ടുള്ള ഒഴിവാക്കുക. പിന്നീട് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അഹിംസ സത്യമസ്തേയം യാവദർത്ഥ പരിഗ്രഹ. അഹിംസ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. സത്യമസ്തേയം, സത്യസന്ധത പുലർത്തുക. ഇതൊക്കെ ഭഗവാനോട് അടുക്കുന്നതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വഭാവ സവിശേഷതകളാണ്. ഭക്തന്മാർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ്. സത്യസന്ധത, അതേപോലെ അസ്തേയം, കളവ് ചെയ്യാതിരിക്കുക, അല്ല, ഇത് ധാർമ്മികമായിട്ടുള്ള മാർഗമാണ്. ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ പുരോഗമിക്കണമെങ്കിൽ നമ്മൾ അധാർമികമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കണം. അസത്യം പറയുന്നത്, അതേപോലെ കളവ് ചെയ്യുന്നത് എല്ലാം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. യാവതർത്ഥ പരിഗ്രഹ, എന്താണോ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് മാത്രം സ്വീകരിക്കുക. അനാവശ്യമായിട്ട് നമ്മൾ ഭൗതിക വസ്തുക്കൾ സമ്പാദിക്കുന്നത് കളവ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? തേന തെക്തേന ഭുഞ്ചിത മാകൃത കസ്യ സിദ്ധനം എന്ന് ഈശാവാസ്യ ഉപനിഷത്തിലും പറയുന്നുണ്ട്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം സ്വീകരിക്കുക. ആവശ്യത്തിൽ കൂടുതൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്നതിന് തുല്യമായിട്ട് മാറും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമുള്ളത് ശേഖരിച്ചു വെക്കുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ അത് അത് കൂടുതലുള്ള ഭൗതിക വസ്തുക്കളെ നമ്മൾക്ക് ത്യജിക്കാൻ സാധിക്കും. യാവതർത്ഥ പരിഗ്രഹം. ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. ബ്രഹ്മചര്യം, ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കുക. തപശൗചം, ഭക്തിയുത സേവനത്തിൽ പുരോഗമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുക, തപസ്സുകൾ പാലിക്കുക. ശൗചം, ശുചിത്വം ഉണ്ടായിരിക്കുക, അകത്തും പുറത്തും ശുചിത്വം ഉണ്ടായിരിക്കുക. പുറത്ത് ശുചിയാകുന്നതിന് ജലസ്നാനം, സ്നാനത്തിലൂടെ ബാഹ്യശുചി നമ്മൾക്ക് നേടാൻ സാധിക്കും. ആന്തരിക ശുചിത്വം നാമജപത്തിലൂടെയും നേടാൻ സാധിക്കും. നാമം ജപിക്കുന്നവരുടെ മനസ്സ്
ശുദ്ധമായിക്കൊള്ളും. ദർപ്പണമാർജനം. ആന്തരിക ശുചിത്വം പാലിക്കുക. സ്വാധ്യായ പുരുഷാർച്ചനം, സ്വാധ്യായം ചെയ്യുക. ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുക. ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട സ്വാധ്യായം. പുരുഷാർച്ചനം, ഭഗവാൻ അർച്ചന ചെയ്യുക. ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുക, അർച്ചന ചെയ്ത് ആരാധിക്കുക. ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ധൂപം, ദീപം, പുഷ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് ദിവസവും ആരാധന ചെയ്യുക. മംഗളാരതി ചെയ്യുക. നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതാണ് മംഗളാരതി. എല്ലാ ദിവസവും ഭഗവാന് പുഷ്പങ്ങളും ധൂപവും ദീപവും അർപ്പിച്ച് ജലവും അർപ്പിച്ച് മംഗളാരതി ചെയ്യുക. അതാണ് പുരുഷാർച്ചനം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മൗനം സദാസനജയ സ്ഥൈര്യം പ്രാണജയ ശനേ പ്രത്യാഹാരശ്ചേന്ദ്രിയാണം വിഷയാൻ മനസാ ഹൃദി. മൗനം പരിശീലിക്കുക. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, മൗനം എന്ന് പറയുന്നത് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് വിട്ട് ഭഗവാന്റെ വിഷയങ്ങൾ സംസാരിക്കുക. ഭഗവാനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് മൗനമാണ്. സദാസനജയ സ്ഥൈര്യം പ്രാണജയശനെ. സദാസനജയം, ഇവിടെ ധ്യാനയോഗത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് യോഗാസനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യോഗാസനങ്ങൾ പരിശീലിക്കുക. സ്ഥൈര്യം, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ യോഗചര്യയിൽ മുന്നോട്ട് പോകുക. എല്ലാ ദിവസവും നാമം ജപിക്കുക. എല്ലാ ദിവസവും ഭാഗവതം വായിക്കുക. എല്ലാ ദിവസവും ഭഗവാൻ അർച്ചന ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യുന്നതിനെയാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. പ്രാണജയശനെ, അങ്ങനെ നമ്മൾ തുടർന്നു പോന്നാൽ നമ്മൾക്ക് വായുവിന്റെ നിയന്ത്രണം സാധിക്കും. പ്രാണശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് നാമം ജപിക്കുന്നവർക്ക് മറ്റു പരിശീലനം, പ്രാണനെ നിയന്ത്രിക്കുന്നതിന് മറ്റു പരിശീലനം ചെയ്യേണ്ട ആവശ്യമില്ല. നാമജപം കൊണ്ട് തന്നെ പ്രാണായാമത്തിന്റെ ഫലം നമ്മൾക്ക് ലഭിക്കും. പ്രത്യാഹാരശ്ചേന്ദ്രിയാണ് വിഷയൻ മനസാഹൃതി. അങ്ങനെ നമ്മൾക്ക് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാനും ഭഗവത് സേവനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും. ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇവിടെ പറയുന്നത്. പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക, എന്നിട്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിഷയാൻ മനസാഹൃതി, ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്തിയോഗത്തിൽ പുരോഗമിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ പുരോഗതി വളരെ വേഗത്തിലാക്കാൻ നമ്മൾക്ക് സാധിക്കും. വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭഗവാൻ നൽകുന്നുണ്ട് ധ്യാനയോഗത്തിനെ കുറിച്ച്. അത് നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിൽ അടുത്ത ദിവസം വായിക്കാം. നമ്മൾക്ക് നാമം ജപിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, നാമം ജപിച്ചോട്ടെ. സ്വാമി മാതാജി ജപിച്ചോ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദ